എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കാം. അതായത് മുഗ്ലായി ചിക്കൻ. ഇത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. അതായത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ ക്രീമിയാണ്. ഗ്രേവി നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണിത്. നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. മുഗ്ലായി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിതിലേക്ക് 1/4 കിലോ ചിക്കൻ, ബോണുള്ള പീസ് തന്നെയാണ് എടുത്തത്. 1/4 കിലോ ചിക്കൻ, അതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തത്. കട്ടിയുള്ള തൈര് 1/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് അത് നമ്മൾ ആവശ്യത്തിന് അതും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനൊരു 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. നമുക്ക് കാഷ്യൂനട്ട് ഒരു 15 കാഷ്യൂനട്ട് ഉണ്ട് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇതിനെ സോക്ക് ചെയ്യാൻ ഇതിനെ മാറ്റി വയ്ക്കുക. ഇത് അടുത്ത സ്റ്റെപ്പ്, നമുക്കിതൊന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ സവാള 2 മീഡിയം ടൈപ്പ് സവാള. അതുകൂടാതെ നമുക്ക് പച്ചമുളക് വേണം. പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 2 കഷ്ണം, 2 ചെറിയ കഷ്ണം, വെളുത്തുള്ളി 8 അല്ലി വെളുത്തുള്ളി. ഇത് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ 3 സ്റ്റെപ്പ് നമ്മുടേത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുഗ്ലായി ചിക്കൻ തയ്യാറാക്കാം. നമ്മുടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് 1/4 ടീസ്പൂൺ, 2 ഏലക്കായ വേണം, കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പൂ ഒരു 4 എണ്ണം, ബേ ലീഫ്. ഇത് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു സ്മെല്ല് വരും, വറുത്തതിൻ്റെ നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ്, നമ്മുടെ സവാള പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു 5 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റണം. അതായത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയും പച്ചമുളക് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇത് നന്നായി ഒന്ന് വഴറ്റുന്നത്. അപ്പോൾ ഇത് നന്നായി വഴറ്റി ഇതിനെ ഒരു ഡ്രൈ ആക്കി കൊണ്ടുവരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർക്കാം? മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത് എല്ലാം ചേർത്ത്, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമുക്കിത് നന്നായി ഒരു 5 മിനിറ്റ് ഇതിനെ വഴറ്റി ഇതിനെ ഡ്രൈ ആക്കി കൊണ്ടുവരണം. അതായത് സൈഡിലൊക്കെ ഈ എണ്ണ തെളിഞ്ഞു വരും, അതുവരെ നമുക്കിതിനെ ഡ്രൈ ആക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, നമ്മളിവിടെ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഈ മസാലയായിട്ട് ഇത് നന്നായി ഒന്ന് മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാം. നന്നായി ഒന്നിനെ 1 മിനിറ്റ് ഇതിനെ നന്നായി ഇളക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 20 മിനിറ്റ് ഇതിനെ നന്നായി ഒന്ന് വേവിക്കാം. ഇത് നന്നായി വന്നിട്ടുണ്ട്. ഗ്രേവി ഏതാണ്ടൊക്കെ നല്ല റിച്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്യൂനട്ട് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഗ്രേവി നല്ല റിച്ചായിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു 2 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് കുറുകി നല്ലൊരു റിച്ച് ഗ്രേവിയായി. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ
ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുഗളായി ചിക്കൻ ഇവിടെ റെഡിയായി. ചിക്കൻ മുഗളായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ആക്കിയത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ആക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൊറോട്ടയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഇത് കഴിക്കാം. ഇത് ഇതിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.